വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ഒരേ വസ്ത്രത്തിലും ഒരേ മനസ്സിലും ഒരേ മന്ത്രോച്ചാരണങ്ങളുമായി മുസ്ലിം സമൂഹത്തിലെ വലിയൊരളവ് ആളുകൾ പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കി കഅബയുടെ പരിസരത്ത് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. എല്ലാവർക്കും മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകി പടച്ച റബ്ബ് അതിനുള്ള തോക്കത്തും തൗഫീക്കും നൽകി അവരെ അനുഗ്രഹിക്കുമാറാണ്. മഹാനായ ഇസ്ലാമിലെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു കൂട്ടം യഹൂദികൾ കടന്നു വരുന്ന രംഗമുണ്ട്. ആ യഹൂദികൾ കടന്നു വന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ലൗ നസലത് ഹാദിഹിൽ ആയത്തു ഫീനാ ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ. ഉമർ, നിങ്ങൾക്ക് ഇറങ്ങിയ ഒരു ആയത്ത്, നിങ്ങളുടെ കിതാബിലുള്ള നിങ്ങളുടെ വിശുദ്ധ ഖുർആനിലുള്ള ഒരു ആയത്ത്, അത് ഞങ്ങൾക്ക് യഹൂദികളായ ഞങ്ങൾക്കിടയിലേക്കാണ് ആ ആയത്ത് ഇറങ്ങിയിരുന്നത് എങ്കിൽ ആ ആയത്ത് ഇറങ്ങിയ ദിവസത്തെ ഞങ്ങളൊരു ആഘോഷമാക്കി മാറ്റുമായിരുന്നു എന്നാ വന്ന ആളുകൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആകാംക്ഷയോടുകൂടി അത്ഭുതത്തോടുകൂടി അവരോട് ചോദിക്കുന്നുണ്ട്, അയ്യത്തു ആയത്തിൻ, ഏതായത്തിനെ കുറിച്ചാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഏതായത്തിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ആ ആയത്ത് ഞങ്ങളിലേക്ക് ഇറങ്ങിയാൽ ആ ആയത്ത് ഇറങ്ങിയ ദിവസത്തെ ഞങ്ങളൊരു ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു എന്ന് ഏതായത്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിനെ കുറിച്ച്. ആ ആയത്തിനെ കുറിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർത്തെടുക്കുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ആയത്ത് ഞങ്ങൾക്കിറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു എന്ന് യഹൂദികൾ പറയാൻ. അവരോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലഅഅലമു അയ്യ മകാനിൻ ഉൻസിലത്. ഈ ആയത്ത് ഏത് സ്ഥലത്ത് ഇറങ്ങി എന്നതുപോലും എനിക്കറിയാം. ഉൻസിലത് വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫുൻ ബിഅറഫ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ സമ്മേളിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില സാരോപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്ന ശേഷമാണ് ഈ ആയത്ത് അവിടത്തേക്ക് ഇറങ്ങുന്നത് എന്ന് യഹൂദികൾക്ക് തിരികെ പറഞ്ഞു കൊടുക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത? എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിത പരിപൂർണമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ ദീനിത പരിപൂർണമായി ഇറങ്ങിയിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, പടച്ച റബ്ബിന്റെ പ്രത്യേകമായ അനുഗ്രഹം നിങ്ങളിലേക്ക് ഇതാ ഇറങ്ങിയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമാകുന്നത് അവിടുത്തെ ഹജ്ജത്തുൽ വിദാഇന്റെ ജീവിതത്തിൽ ഹിജ്റ 10-ാം വർഷം അവിടുന്ന് ചെയ്ത ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിന്റെ കർമ്മങ്ങൾക്കിടയിൽ അറഫയിൽ വെച്ചാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൽ 3 സന്ദർഭങ്ങളിലായി അവിടെയുള്ള സഹാബാക്കൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർക്ക് ചില സാരോപദേശങ്ങൾ നൽകുന്നുണ്ട്, അവർക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇന്ന് വരെ ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ, ഈ ലോകത്തിന്റെ അവസാനം വരെ ഈ ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കാവുന്ന എല്ലാവിധത്തിലുമുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ സംസാരങ്ങൾ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലെ ഒരു മാർഗദർശനമായി നമ്മുടെ ജീവിതത്തിലേക്ക് ആ സംസാരത്തെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ബിഹാദൽ മൗഖിഫി അബദാ. പ്രിയപ്പെട്ട സ്വഹാബാക്കളെ, ഈ ഒരു സ്ഥലത്ത് ഇനി നിങ്ങൾക്ക് മുന്നിൽ ഇതേ സ്ഥലത്ത് മറ്റൊരു സന്ദർഭത്തിൽ കൂടി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എനിക്കറിയില്ല, അതിന് സാധിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. അതിനിടെ സ്വഹാബാക്കളോട് ചോദിക്കുന്ന ചോദ്യം, യാ അയ്യുഹന്നാസു അയ്യ യൗമിൻ ഹാദാ,
ഇതേതു ദിവസമാണ് സ്വഹാബാക്കളെ? ഖാലു, അവര് പറയുകയാണ്, യൗമുൻ ഹറാം, പവിത്രമാക്കപ്പെട്ട ദിവസമാണ് പ്രവാചകരെ. ഫഅയ്യു ബലദിൻ ഹാദാ, ഈ നാട് ഏതു നാടാണ്? ഖാലു, അവര് പറയുന്നു, ബലദുൻ ഹറാം, പവിത്രമാക്കപ്പെട്ട നാടാണ് പ്രവാചകരെ. ഫഅയ്യു ശഹരിൻ ഹാദാ, ഇതേതു മാസമാണ് സ്വഹാബാക്കളെ? ഖാലു, അവര് പറയുകയാണ്, ശഹ്റുൻ ഹറാം, ഇത് പവിത്രമാക്കപ്പെട്ട മാസമാണ് പ്രവാചകരെ. ശേഷം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ അഭിമാനമാകട്ടെ, നിങ്ങളുടെ അതേപോലെ തന്നെ സമ്പാദ്യമാവട്ടെ, നിങ്ങളുടെ രക്തമാവട്ടെ, ഇതുപോലെ പവിത്രമാണ്. കഹുറുമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പ്രത്യേകത പോലെ. കഹുറുമത്തി ബലദിക്കും ഹാദാ, ഈ നാടിനുള്ള പ്രത്യേകത പോലെ. ഫീ ശഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ. വിശ്വാസികളെ, നിങ്ങളുടെ രക്തമാവട്ടെ, ഒരു മുസ്ലിമിന്റെ ധനമാവട്ടെ, അവന്റെ അഭിമാനമാവട്ടെ, പവിത്രമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ രക്തം പവിത്രമാണ്, ഒരു വിശ്വാസിയുടെ രക്തം പവിത്രമാണ്. കാണാൻ കഴിയുന്നു നമുക്ക്. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, ആരെങ്കിലും സത്യവിശ്വാസിയെ കൽപ്പിച്ചുകൂട്ടി കൊലപ്പെടുത്തുന്ന പക്ഷം ഫജസാഉഹു ജഹന്നമു ഖാലിദാ, അവന്റെ സങ്കേതം എന്നത് നരകമാകുന്നു എന്ന. കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനു കൊലപ്പെടുത്തുന്നു എന്നറിയില്ല, എന്തിനു ഞാൻ മരിച്ചു വീഴുന്നു എന്നറിയാത്ത കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുകയാണ്, ഒരു മുസ്ലിമിന്റെ രക്തം പവിത്രമാണ്. അത് മക്കയെപ്പോലെ, അത് ആ ദുൽഹിജ്ജ മാസത്തിലെ ആ ദിവസത്തെ പോലെ, ആ ദുൽഹിജ്ജ മാസത്തെ പോലെ പവിത്രമാണ് എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ശരീരത്തെ പോലും ഇല്ലാതാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് അവകാശമില്ല. എന്റെ ശരീരം അതില്ലാതാക്കാൻ എനിക്ക് അവകാശമില്ല. മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചാൽ അത് മാലോകരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ദീനുൽ ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയാണ് ഈ മാലോകരെ. എങ്കിലും നമ്മെക്കുറിച്ച് പറയപ്പെടുന്നത് വാളിലൂടെ പ്രചരിപ്പിച്ച മതമാണെന്ന്, കൊല്ലാക്കൊലകളിലൂടെ പ്രചരിപ്പിച്ച മതമാണെന്ന് പറയപ്പെടുമ്പോൾ അവർക്ക് മുന്നിൽ ജീവിത ദർശനങ്ങളെ കൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചില്ലേ, ഒരു മുസ്ലിമിന്റെ ധനം പവിത്രമാണ്, ഒരു മുസ്ലിമിന്റെ ധനം പവിത്രമാണ്. മൻ ഇഖ്തതഅ മാലം മുസ്ലിമിൻ ബിയമീനിൻ കാദിബത്തിൻ, തെറ്റായ വഴിയിലൂടെ ഒരു മുസ്ലിമിന്റെ ധനം ആരെങ്കിലും കവർന്നെടുത്താൽ, അപഹരിച്ചെടുത്താൽ, അന്യന്റെ മുതൽ സ്വന്തം പോക്കറ്റിലേക്ക് ഇട്ടാൽ, ലഖിയല്ലാഹു വഹുവ അലൈഹി ഗളബാൻ, പരലോകത്ത് വെച്ച ആ മനുഷ്യനെ പടച്ച റബ്ബ് കണ്ടുമുട്ടും. എങ്ങനെ? ഗളബാൻ, കോപമുള്ളയാളെ രൂപത്തിൽ, ദേഷ്യപ്പെടുന്ന രൂപത്തിലായിരിക്കും പടച്ച റബ്ബ് പരലോകത്തിൽ അവനെ കണ്ടുമുട്ടുക എന്നത്. സമ്പത്തിന്റെ വിഷയം ആലോചിച്ചു നോക്കൂ. ആരെ വഞ്ചിച്ചിട്ടായാലും വേണ്ടിയില്ല, ആരെ പറ്റിച്ചിട്ടായാലും വേണ്ടിയില്ല, കുറച്ച് സമ്പത്തുണ്ടാക്കിയാൽ മതി. അതിനി കൊലപാതകങ്ങൾ വരെ ആയാലും കുഴപ്പമില്ല. 2 പവന്റെ മാലയ്ക്കു വേണ്ടി വെല്ലുമ്മയുടെ കഴുത്തറുക്കുന്ന കാലമാണ് പ്രിയപ്പെട്ടവരെ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, സാമ്പത്തികമായി ഏത് രൂപത്തിലാണ് നമ്മുടെ ഈ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമൂഹത്തിൽ ജീവിക്കുന്ന തെക്കുവയുള്ള വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് വേർതിരിച്ചു മാറാൻ, അതിൽ നിന്ന് വ്യത്യസ്തരാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരുടെ ഒരു വിശ്വാസിയുടെ അഭിമാനം പവിത്രമാണ്. മൂന്നാമതായിട്ട് പറഞ്ഞില്ലേ, ആലോചിച്ചു നോക്കൂ. സോഷ്യൽ മീഡിയയുടെ കാലം. ഒരാളുടെ അഭിമാനം കളങ്കപ്പെടുത്താൻ ഒരൊറ്റ വാക്കു മതി, ആ വാക്ക് പ്രചരിപ്പിച്ചാൽ മതി. വിരൽ മതി, കൈവിരൽ മതി, അതിൽ ഷെയറിന്റെ ബട്ടൺ ഞെക്കിയാൽ മതി. ഒരാളുടെ അഭിമാനത്തെ പിച്ചി ചീന്തപ്പെടാൻ അത് മതി. നമ്മുടെ സംസാരം കൂടിയിരുന്ന് കൂട്ടുകാർക്കിടയിൽ ഒരു പീഡിക തിണ്ണയിലിരുന്നുള്ള സംസാരം മതി ഒരു മനുഷ്യന്റെ അഭിമാനം കളങ്കപ്പെടുത്താൻ. ഒരു വിശ്വാസിയുടെ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞത് മക്കയേക്കാൾ ദുൽഹിജ്ജ മാസത്തിനെ പോലെ പവിത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അവിടുത്തെ ഹജ്ജത്തുൽ വിദാഇന്റെ സംസാരത്തിനിടയിൽ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പറയുകയാണ്, ഈ ജാഹിലിയ കാലഘട്ടത്തിലുള്ള എല്ലാ തിന്മകളെയും ഞാൻ വിരോധിക്കുന്നു, കുടിപ്പകകളെ വിരോധിക്കുന്നു. നിസാരമായ പ്രശ്നത്തിന് വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ചരിത്രം ഇസ്ലാമിന് മുമ്പ് അറബികൾക്കുണ്ട്. എല്ലാ കുടിപ്പകകളും ഇവിടെ അവസാനിപ്പിക്കുന്നു.
പലിശയെ കുഴിച്ചു മൂടുന്നു. ഇന്ന കുല്ല റിബൻ മൗദൂഅൻ, പലിശയെ ഇതാ ഇവിടെ കുഴിച്ചു മൂടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. നമ്മിൽ പലരും പറയാ, പലിശ അല്ലാതെ ഇപ്പൊ എങ്ങനെ വീട് വെക്കുക, ലോൺ എടുക്കാതെ എങ്ങനെ ബിസിനസ് തുടങ്ങുക, ലോൺ എടുക്കാതെ എങ്ങനെ വാഹനം വാങ്ങുക, അടവില്ലാതെ എങ്ങനെ വാങ്ങും? പ്രിയമുള്ളവരെ, പലിശ എന്ന് പറയുന്നത് ഒരു പ്രശ്നവുമില്ലാത്ത തരത്തിൽ സമുദായം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിലെ സാമ്പത്തിക അസമത്വത്തിന്റെ മൂലമായ കാരണം, പ്രധാനപ്പെട്ട കാരണം അത് പലിശയാണെന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു, പലിശ പാടില്ല, പലിശ നമുക്ക് ഹറാമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. നമ്മുടെ ചുറ്റുഭാഗത്തേക്ക്, നമ്മുടെ പോക്കറ്റിലേക്ക്, നമ്മുടെ കച്ചവടത്തിലേക്ക്, നമ്മുടെ വാഹനത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് പ്രിയപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാൻ കഴിയണം. നല്ല പലിശയുടെ ഇടപാടുണ്ടെങ്കിൽ അതിനോട് രാജി പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്ന രംഗമുണ്ട്. ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ സ്ത്രീകളെ കുറിച്ച് പടച്ച റബ്ബിനോട് നിങ്ങൾ സൂക്ഷിക്കണേ. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ. ഏത് കാലഘട്ടത്തിലാ പറയുന്നതെന്നറിയോ? സ്ത്രീകളെ മനുഷ്യരായി പരിഗണിക്കാത്ത കാലഘട്ടത്തിൽ, സ്ത്രീകൾക്ക് മാന്യമായ വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടത്തിൽ, സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ലാത്ത കാലഘട്ടത്തിൽ അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുകയും അവരുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുകയും അവർക്ക് അവകാശങ്ങളുണ്ട്, നിങ്ങൾ അവർക്ക് ചില പരിഗണനകൾ കൊടുക്കേണ്ടതുണ്ട്, നിങ്ങൾ കഴിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇണകളെ കഴിപ്പിക്കേണ്ടതുണ്ട്, നിങ്ങൾ വെള്ളം കുടിക്കുന്നെങ്കിൽ അവരെയും കുടിപ്പിക്കേണ്ടതുണ്ട്, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അവരെയും വസ്ത്രം ധരിപ്പിക്കേണ്ടതുണ്ട്, അവരെ വീട്ടിന് പുറത്ത് നിങ്ങൾ അവരോട് പിണങ്ങി നിൽക്കരുതേ, അവരുടെ മുഖത്തടിക്കരുതേ. നോക്കൂ നിങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷത്തിൽ പരം സ്വഹാബാക്കളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് പ്രഖ്യാപിച്ചു. നമ്മുടെ നാട്ടിൽ ഈ അടുത്താണ് സ്ത്രീകൾക്ക് മാന്യമായി വസ്ത്രം ധരിക്കാൻ, മാറുമറക്കാൻ സമരം നടത്തേണ്ടി വന്നു. ഈ അടുത്ത കാലത്ത് വരെ ആലോചിച്ചു നോക്കൂ ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന ദർശനത്തെ കുറിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, ഫഇന്ന ലക്കും അലാ നിസാഇക്കും ഹഖ്ഖ ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾക്കൊരു അമാനത്തായി കൊണ്ടാണ് അവരെ നിങ്ങൾക്ക് ഇണകളാക്കി തന്നിട്ടുള്ളത്. ആ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ. തിരിച്ചും പറഞ്ഞു പുരുഷന്മാരോട്, ഭർത്താക്കന്മാരോട് കടമകളുണ്ടെന്ന് അവിടെയുള്ള സ്ത്രീകളെയും വിളിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന കുല്ല മുസ്ലിമിൻ അഖുൽ ലിൽ മുസ്ലിം. മുസ്ലിം എന്ന വിഷയത്തിൽ രണ്ട് വിശ്വാസികൾ, രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. അവർ സഹോദരങ്ങളാണ്, എല്ലാ നിലക്കും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതാണ്. അത് സമ്പത്തിന്റെ വിഷയത്തിലല്ല, അവന്റെ കായിക ശേഷിയുടെ വിഷയത്തിലല്ല, അവൻ അധികാരമുണ്ടെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കാനല്ല. സുജൂദ് പടിഞ്ഞാറോട്ട് സുജൂദ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന മുസ്ലിമാണോ എങ്കിൽ അവനെ സഹോദരനായി കാണണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു എന്നാണ്. ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് സാഹോദര്യ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്? മുഹാജിറുകളും അൻസാറുകളും ഈ ലോകത്തിന്റെ അന്ത്യനാൾ വരെയുള്ള അവരുടെ രണ്ട് മനുഷ്യർ തമ്മിൽ എങ്ങനെയാണ് സാഹോദര്യ ബന്ധം ഉണ്ടാകേണ്ടത് എന്നതിന് ഈ ലോകത്തിന് വെച്ചുകൊടുക്കാനുള്ള ഏറ്റവും ഉദാത്തമായ തെളിവ് മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സ്നേഹബന്ധമാണ്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സ്നേഹബന്ധമാണ്. ഒരു കെട്ടിടത്തിലെ ഇഷ്ടികകൾ എങ്ങനെ ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ ചേർന്ന് നിൽക്കണം വിശ്വാസികൾ പരസ്പരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ ഹജ്ജത്തുൽ വിദാഇന്റെ സംസാരം ഇങ്ങനെ അവസാനിപ്പിക്കുന്നതിനിടയിൽ അവിടുന്ന് പറയാണ്, വഖദ് തറക്തു ഫീകും മാ ഇൻ ഇഅ്തസംതും ബിഹി ഫലൻ തദില്ലു. ഞാൻ ചില കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. ഞാൻ വിട്ടേച്ചു പോയതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഫലൻ തദില്ലു, നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല, നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ല. അബദൻ, ഒരിക്കലും അത് സംഭവിക്കുകയില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കിതാബല്ലാഹി വസുന്നത നബിയ്യിഹി. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, വസുന്നത നബിയ്യിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ആ കിതാബിനെ മുറുകെ പിടിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ വഴിതെറ്റി പോകൂല. ഖുർആനിൽ നിന്ന് മുസ്ലിം സമൂഹം വഴിതെറ്റിയപ്പോഴാണ് മുസ്ലിങ്ങൾക്കിടയിൽ കക്ഷിത്വമുണ്ടായത്.
സുന്നത്തിന് വിരുദ്ധമായപ്പോഴാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായത്. ഖുർആനിനും സുന്നത്തിനെയും അതിന്റെ ശരിയായ പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ് നമുക്കിടയിൽ ഭിന്നതയുണ്ടായത്, നമുക്കിടയിൽ വ്യത്യസ്തതയുണ്ടായത്, മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്ത സംഘങ്ങളായി മാറേണ്ടി വന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കാൻ, തിരുസുന്നത്തിനെ മുറുകെ പിടിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കി നമ്മുടെ ചര്യകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ റമദാനിൽ നോമ്പെടുക്കണം, നിങ്ങൾ സകാത്ത് കൊടുത്തു വീട്ടണം, നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം, നിങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ അനുസരിക്കണം എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നു. തൊട്ടു ചേർത്ത് പറയാണ്, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. എന്നിട്ട് അവിടെ കൂടിയ ലക്ഷക്കണക്കിന് സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, വഅൻതും തസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ, എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും, നിങ്ങൾ എന്തു പറയും എന്റെ സ്വഹാബാക്കളെ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ പറയാണ്, ഖാലൂ നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത. പ്രവാചകരെ, അല്ലാഹുവിന്റെ സന്ദേശം അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, അങ്ങയുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ട്, ഈ സമുദായത്തിന് വേണ്ടുന്ന സാരോപദേശങ്ങൾ അവിടുന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പ്രവാചകരെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ചൂണ്ടുവിരൽ ഉയർത്തിയിട്ട് പറയുന്നു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ് എന്ന് 3 തവണ സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതിന് തൊട്ടുശേഷമാണ് ഈ ആയത്തിറങ്ങുന്നത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു, മതമായി ഇസ്ലാമിനെ ഞാൻ ഇതാ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്ത്. ഈ ആയത്തിറങ്ങി നമുക്ക് കാണാൻ കഴിയും ചരിത്രങ്ങളിൽ 81 ദിവസം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, ആ അറഫ സമ്മേളനം, ആ അറഫ സമ്മേളിക്കാനിരിക്കുകയാണ്. ആ അറഫ സമ്മേളനത്തിന്റെ തൊട്ടു മുമ്പ് അറഫയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന നിർദ്ദേശങ്ങളെ ജീവിതത്തോട് നെഞ്ചോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അറഫയിൽ സമ്മേളിക്കാൻ ഈ വർഷം ഭാഗ്യം ലഭിക്കാൻ സാധിക്കാത്ത, ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത നമുക്ക് ചെയ്യാൻ ചിലത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. അതിലൊന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ്, അത് നോമ്പാണ്. ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താ? യുകഫിറസ്സനത്തല്ലതി ഖബ്ലഹു വസ്സനത്തല്ലതി ബഅദ. കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. വരും വർഷത്തെ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. ആലോചിച്ചു നോക്കൂ, ഒറ്റ നോമ്പ് കൊണ്ട് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന പാപങ്ങളെ കുറിച്ച്. അതേപോലെ തന്നെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം അറഫാ ദിനത്തിൽ എന്ന് പറഞ്ഞു. അഫ്ളലു ദുആഇ ദുആഉ യൗമിൽ അറഫ. അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ടു. ഇവിടെയും ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എന്നാണ് അറഫ? എന്നാണ് നമ്മൾ അറഫ നോമ്പെടുക്കേണ്ടത്? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്നാണോ ദുൽഹിജ്ജ 9, എന്നാണോ നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ 9ന്റെ പേരാണ് യൗമു അറഫ എന്നുള്ളത്. ഹാജിമാർ അവിടെ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസത്തിന്റെ പേരല്ല യൗമു അറഫ, മറിച്ച് ദുൽഹിജ്ജ 9ന്റെ പേരാണ് യൗമു അറഫ. നമുക്കെന്നാണോ നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ 9, അന്നാണ് നമ്മൾ ആ നോമ്പെടുക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ജീവിതത്തിലേക്ക് കർമ്മങ്ങൾ ചേർത്ത് നിർത്തി വിജയം കൈവരിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നിൽ വിശ്വാസികൾക്കുള്ള 2 ആഘോഷങ്ങളായ ബലിപെരുന്നാൾ ഈദുൽ അദ്ഹ നമ്മുടെ തൊട്ടു മുന്നിലുണ്ട്. ഇതിൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ മനസ്സിലാക്കി ഇരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില സുന്നത്തുകളിലൂടെ കടന്നു പോവുകയാണ്. ഒന്നാമത്തത്, പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, ഈദ് മുസല്ലയിലേക്ക് പോകുന്ന സമയത്ത്, ഈദ് ഗാഹിലേക്ക് പോകുന്ന സമയത്ത്
കുളിച്ചു വൃത്തിയായി പോകണം. അതിന് പ്രത്യേകമായ സുന്നത്തുണ്ട്. അത് ഏതു പെരുന്നാളായിരുന്നാലും ശരി. അതേപോലെ തന്നെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം, പുതുവസ്ത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. പുരുഷന്മാർ സുഗന്ധം പൂശുക എന്നത് പ്രത്യേകം സുന്നത്തായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബലി പെരുന്നാളിന്റെ ഈദുൽ അദ്ഹ നമസ്കാരത്തിന് വേണ്ടി വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ വരലാണ് സുന്നത്ത്. ഒന്നും കഴിക്കാതെ വരലാണ് സുന്നത്ത്. എന്നാൽ ചെറിയ പെരുന്നാളിന് ഈദുൽ ഫിത്തറിന് പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോകലാണ് സുന്നത്ത്. ബലി പെരുന്നാളിന് കഴിക്കാതെ ഈദ് മുസല്ലയിലേക്ക് വരികയാണ് സുന്നത്തി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നേരത്തെ വരിക എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളിൽ. ബലി പെരുന്നാൾ കുറച്ചു നേരത്തെയായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ സുബൈ നമസ്കാരം കഴിഞ്ഞ് നേരെ സ്വഹാബാക്കള് എവിടെയാണോ ഈദ് നമസ്കാരം നടക്കുന്നത് അവിടേക്ക് പോകാറായിരുന്നു പതിവ് എന്ന്. അപ്പൊ ബലി പെരുന്നാൾ കുറച്ചു നേരത്തെയും ഈദുൽ ഫിത്തർ അല്പം പിന്തിപ്പിക്കാം എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതിനർത്ഥം ഒരുപാട് അങ്ങോട്ട് പോകണമെന്നല്ല. പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയം ഏതെന്ന് ചോദിച്ചാൽ സുബഹി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് അല്പം കഴിഞ്ഞാൽ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയമാകുന്നു എന്നതാണ്. അതേപോലെ തന്നെ തെക്ബീർ ചൊല്ലൽ. തെക്ബീർ ചൊല്ലുക എന്നത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം പറഞ്ഞ ഒന്നല്ല. അത് കുട്ടികൾ ചൊല്ലട്ടെ, അവർക്കല്ലേ പെരുന്നാള്. ചിലർ അങ്ങനെ പറയാറുണ്ട്, കുട്ടികൾക്കല്ലേ ഇപ്പൊ പെരുന്നാൾ, നമുക്കിതെന്താ എന്ന ചോദ്യത്തിന് ഇസ്ലാമിൽ പ്രസക്തി ഇല്ല പ്രിയപ്പെട്ടവരെ. തെക്ബീർ ചൊല്ലേണ്ടത് ബലി പെരുന്നാളിന് ദുൽഹിജ്ജ 9 സുബഹി മുതൽ, ദുൽഹിജ്ജ 9 സുബഹി മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസം ദുൽഹിജ്ജ 13 അസർ വരെ. എന്നാൽ ഈദുൽ ഫിത്തറിന് നേരെ മാസം കണ്ടതുമായി ബന്ധപ്പെട്ടാണ് തെക്ബീർ ചൊല്ലേണ്ടത്. അതേ ഈദുൽ അദ്ഹക്ക് ബലി പെരുന്നാളിന് ദുൽഹിജ്ജ 9 സുബഹി മുതൽ നമ്മൾ തെക്ബീർ ചൊല്ലേണ്ടതുണ്ട്. ഇത് നമസ്കാരം സലാം വീട്ടി ഒരു 3 തെക്ബീർ എന്നതല്ല. തെക്ബീർ നമ്മുടെ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം എന്നാണ്. അങ്ങാടികളിൽ, വിരിപ്പിൽ എന്നൊക്കെ ഹദീസുകളിൽ ലഫ്ള് തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈദ് മുസല്ലയിലാണ്, ഈദ് ഗാഹിലാണ് പെരുന്നാൾ നടക്കേണ്ടത്. നമ്മൾ അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ മഴ കാരണത്താലൊക്കെ ഈ വർഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിലാണ് നമ്മൾ ഈദ് നമസ്കാരം നമ്മൾ അതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 7 മണിക്കാണ് നമ്മുടെ നമസ്കാരം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകളുടെ വിഷയത്തിൽ നമസ്കരിക്കാൻ പാടില്ലാത്ത ആർത്തവകാരികളായ സ്ത്രീകൾ പോലും ഈദ് മുസല്ലയിൽ പങ്കെടുക്കണം. പള്ളിയിലാണെങ്കിൽ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവാം. ഈദ്ഗാഹിൽ പങ്കെടുക്കണം. അത്രയും പ്രാധാന്യത്തോടു കൂടി സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. ഔറത്ത് മറയുന്ന വസ്ത്രമില്ലെങ്കിൽ കടം വാങ്ങിയിട്ട് ഔറത്ത് മറയുന്ന വസ്ത്രം ധരിച്ചു പോകണം എന്ന് വരെ ഹദീസുകളിൽ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെയുള്ള ഒരു സുന്നത്ത് എന്നത് അത് പെരുന്നാള് നമസ്കാരത്തിന് ഈദ്ഗാഹിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് വരുന്ന വഴിയല്ലാതെ മറ്റൊരു വഴിയിലൂടെ മടങ്ങുക എന്നത് പ്രത്യേകം സുന്നത്താണ്. ആ സുന്നത്ത് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണെങ്കിൽ പരമാവധി നമ്മളത് എടുക്കണം എന്നാണ്. നടന്നു വരലിലും സുന്നത്തുണ്ട്, നടന്നു വരുന്നതിലും സുന്നത്തുണ്ട്. ചിലപ്പോൾ വാഹനത്തിലെ വരാൻ കഴിയും, അവരെ കുറിച്ചല്ല പറഞ്ഞ്. നടന്നു വരാൻ കഴിയുന്നവർ ആ രൂപത്തിൽ നടന്നു വരുന്ന സുന്നത്ത് എടുക്കണമെന്നാണ്. അതേപോലെ തന്നെ ആഘോഷമാണ്, സന്തോഷമാണ്, ആകെയുള്ള 2 ആഘോഷമാണ്. ആ ആഘോഷം ആഭാസമായി മാറരുതേന്ന്, ആഭാസമായി മാറരുത്. കരിമരുന്ന് പ്രയോഗിച്ച് ഹറാമുകളിലേക്ക് പോയി ഈദുൽ അദ്ഹയാണ് ആഘോഷിച്ച് നമസ്കാരം പോലും ഉപേക്ഷിക്കുന്ന തരത്തിൽ യാത്രകളും മറ്റും പ്ലാൻ ചെയ്യുന്നത് പ്രിയമുള്ളവരെ, ആ വിഷയത്തിൽ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഉദ്ഹിയ്യത്ത് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത്. അതിൽ പങ്കെടുക്കാനും സജീവമാകാനും സന്നിഹിതരാവാനും ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദ്ഹിയ്യത്തിൽ നടക്കുന്ന ബലിമൃഗത്തിന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്യുന്നതൊന്നും ഭൂഷണമല്ല. അതിൽ ഒരു നന്മയുമില്ല, ഖൈറുമില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. അത് ചിലപ്പോൾ അപകടം ചെയ്തേക്കാം. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ നിൽക്കേണ്ടുന്ന സമയത്ത് ചിന്തിക്കേണ്ടുന്ന രൂപത്തിൽ ചിന്തിക്കാനൊക്കെയുള്ള ഒരു ശേഷി പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദുഃഖകരമായ വാർത്തയുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ കുവൈത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും മലയാളികളായ ഒരുപാട് സഹോദരങ്ങൾ അതില് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പടച്ചറബ്ബ് ആലോചിച്ചു നോക്കൂ, ഈ നാട്ടില് ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ച് പ്രവാസിയായി ചെന്ന് അവിടെ നിന്ന് തിരികെ വരുമ്പോൾ ആംബുലൻസിൽ വരേണ്ടുന്ന ഒരു അവസ്ഥ എന്നതൊക്കെ വലിയ പ്രയാസമുള്ളതാണ്. അവസാനമായി ഒരു നോക്കുപോലും കാണാൻ കഴിയാതെ കത്തിയെരിഞ്ഞു പോവുക എന്നതൊക്കെ വലിയ പ്രയാസം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള അപകട മരണങ്ങളെ തൊട്ട് പടച്ചറബ്ബ് നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അവർക്ക് എല്ലാ നിലക്കുമുള്ള മനക്കരുത്തും അതിനെ ക്ഷമിക്കാനുള്ള കഴിവ് നൽകി പടച്ചറബ്ബ് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ.